ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ആര്യൻ നമ്മുടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്, ബാലനോട് സംസാരിക്കുകയാണ്. എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിനുള്ള കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താ നിനക്ക് പറയാനുള്ളത്? അച്ഛന് ഗോമതി സ്റ്റോഴ്സ് നോക്കി നടത്താൻ താല്പര്യമില്ലെങ്കിൽ അത് അടച്ചു പൂട്ടിയേക്ക് എന്തിനാ അച്ഛൻ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ വരുമാനം ദിവസം പോകുന്നത് കുറഞ്ഞാ വരുന്നത് അച്ഛന് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. പിന്നെ അച്ഛൻ എന്താ അവിടേക്ക് പോവാത്തത്? എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിൽ അമ്മേനെ കുറിച്ചുള്ള വിചാരമാണ്. നോക്ക്, അച്ഛന് നേരത്തെ ഉണ്ടായിരുന്ന വാശി ഇപ്പം ഇല്ല. ഇപ്പം അച്ഛൻ പെട്ടെന്ന് ചൂടാവണമെന്നില്ല. ഇനി എന്തിനാ അച്ഛൻ വൈകിപ്പിക്കണത്? അമ്മേനെ അച്ഛനൊന്ന് വിളിച്ചോണ്ട് വന്നൂടെ? നമുക്ക് പഴയ പോലെ ഗോമതി സ്റ്റോഴ്സും തുറന്ന് ഈ വീട്ടിൽ പഴയ പോലെ സന്തോഷത്തോടെ ഇരുന്നൂടെ അച്ഛാ? അല്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് അങ്ങനെ തന്നെ നിൽക്കും. ആകാശയുടെ പുതിയ സൂപ്പർ മാർക്കറ്റ് തൊട്ടിപ്പുറത്തും തുടങ്ങും. എന്തിനാ അച്ഛൻ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണത് എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലൻ പറയണ്ടേ, എടാ നീ എൻ്റെ കാര്യം മാത്രമേ നീ കുറ്റം മാത്രമേ പറയുന്നുള്ളൂ, മറ്റുള്ളവർ ചെയ്യണമെന്ന് എനിക്ക് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയണ്ട, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തല്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇവരുടെ സംസാരത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി തന്നെ നമ്മുടെ സ്ത്രീകൾ അങ്ങോട്ടേക്ക് വരുവാണ്. ബാലേട്ട ദേ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ വേണ്ട ദേവിയുടെ അമ്മ എന്ന് ബാലൻ പറയുമ്പോഴേക്കും ആര്യം പറയുന്നുണ്ട്, അതെ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആര്യം ആ ചായ വാങ്ങിച്ച് കുടിക്കുക കേട്ടോ. അപ്പോൾ സ്ത്രീകൾ പറയണ്ടേ, ഇത് വളരെ മോശം കേട്ടോ ആര്യ, ഞാൻ ബാലേട്ടന് വേണ്ടി കൊടുത്ത ചായയല്ലേ. അതെ, അച്ഛൻ ഈ സമയത്ത് പാലോ ചായയോ ഒന്നും കുടിക്കാറില്ല. എൻ്റെ അച്ഛൻ എനിക്കറിയാലോ, അത് വേസ്റ്റാക്കി കളയേണ്ട വെച്ചിട്ടാണ് ഞാൻ കുടിച്ചത്. ശരി എന്ന് പറയുമ്പോൾ അതെ എനിക്ക് അച്ഛനോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് പോകണമായിരിക്കും അല്ലേ ആര്യ എന്ന് സ്ത്രീകൾ ചോദിക്കുമ്പോൾ അതൊക്കെ ആൻറ്റിയുടെ ഇഷ്ടം എന്ന് പറയാണ്. ശരി ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ അതെ പോവല്ലേ, ഈ ഗ്ലാസ് കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ച കപ്പ് കൂടി കൊടുക്കാട്ടോ. സ്ത്രീകളൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾ അവിടെ നിന്ന് പോകുകയാണ്. ശേഷം അതിന് ബാലനോട് പറയുന്നുണ്ട്, മുമ്പൊക്കെ എന്ത് രസമായിരുന്നു അച്ഛൻ, രാവിലെ എഴുന്നേക്കും, അമ്മ അച്ഛനെ ഗോമതി സ്റ്റോഴ്സിലെ കീ എടുത്ത് തരും, അച്ഛൻ ആ കീ വെച്ചിട്ട് ഗോമതി സ്റ്റോഴ്സ് തുറക്കും, തിരിച്ചു വരുമ്പോൾ കടയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കും, വട്ടം കൂടി എല്ലാവരും സംസാരിക്കും. ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ വരാറില്ലെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കണൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ. തിരിച്ചു വരുമ്പോൾ അച്ഛൻ അതുപോലെ തന്നെ കീ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്ത് രസമായിരുന്നു അച്ഛാ അതൊക്കെ. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ, ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തോന്നിയ വഴി പോലെ നടക്കുകയാണ് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആരും അവിടെ നിന്ന് പോവാണ്. ബാലൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ശരിയാണ്, മുമ്പ് എന്ത് രസമായിരുന്നു, ഗോമതി വരും, കീ തരും, ഗോമതി സ്റ്റോഴ്സ് തുറക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ മീനാക്ഷി മിത്രയും കൂടി പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്ര പറഞ്ഞിട്ട് മീനാക്ഷി അടുത്ത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് തോന്നുന്നു ഞാൻ കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് മിത്ര പറയുമ്പോഴേക്കും മീനാക്ഷി പറഞ്ഞത്. മിത്ര ഇതിനകത്ത് പലവട്ടം പറഞ്ഞിട്ട് ഇങ്ങനത്തെ വർത്താനം പറയരുതെന്ന്. എല്ലാം മീനാക്ഷി അടുത്ത് ആകാശേട്ടൻ്റെ മാറ്റം എനിക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ആകാശേട്ടത്ത് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ആകാശോട് മിത്ര സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി ആകാശം കൂടെ വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ആകാശിനോട് സംസാരിക്കാൻ തന്നെ നിൽക്കുന്നത്. ആകാശം എൻ്റെ അടുത്ത് ഒരു പോലും ഇപ്പൊ പറയാറില്ല. ഞാൻ വിളിച്ചപ്പോൾ ആകാശം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ പോയതോ ഭക്ഷണം കഴിക്കണതോ എന്നോടൊന്നും പറഞ്ഞിട്ട് പോലില്ല. ഇപ്പൊ ആകാശത്തിന് തോന്നിയ സമയത്തൊക്കെ അവിടെ കയറി നടക്കാണ്. വീട്ടിലും എന്നോട് പറയാറില്ല, ആകാശം എന്നോടൊന്നും പറയാറില്ല. ഗോമതി സ്റ്റോഴ്സിൽ ആകാശം പോവാറേയില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനും കടുത്ത തീരുമാനം എടുക്കാൻ പോണ്. ആകാശ് പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനും ഒരു തീരുമാനം എടുക്കും. എന്താ മീനാക്ഷി അടുത്ത് പറഞ്ഞു വരുന്നത്? ഞാൻ ആകാശത്തെ എല്ലാ ബന്ധം കൊണ്ട് ഉപേക്ഷിക്കാൻ പോവാം. മീനാക്ഷി അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? പിന്നെ ഞാൻ എന്താ ഇത്ര ചെയ്യേണ്ടത്? ആകാശിന് പല കടുത്ത തീരുമാനം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാരുള്ളതുകൊണ്ടല്ലേ ആകാശ് ഇത്ര പൊക്കത്തേക്ക് കയറുന്നത്. ഞാൻ ആകാശിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആകാശിന് ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറയും ആകാശിനോട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ബന്ധം ഉപേക്ഷിക്കാൻ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാൻ പോകാമെന്ന് പറയും. എന്നിട്ടും കേൾക്കാതിരിക്കാന്നുണ്ടെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ നോട്ടീസ് വരെ അയക്കും. അയ്യോ മീനാക്ഷി എടുത്തി അങ്ങനെ ചെയ്യല്ലേ. അതെ മിത്രേ, ഞാൻ കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് എന്ന് മീനാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. അത് നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ആകെ വയ്യ. എന്തു പറ്റി? ഗോമതി സ്റ്റോഴ്സിലെ കച്ചവടം ദിവസം മുതൽ കുറഞ്ഞു വരുവാണ്. ഇന്നത്തെ കളക്ഷൻ ബാലച്ചൻ്റെ അടുത്ത് കൈ കൊടുത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഒന്നുമില്ലെന്ന് ഇന്ന് എനിക്ക് എന്തോ പോലെ. മീനാക്ഷി മിത്ര ഇങ്ങനെ പോവാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് അടച്ചു പൂട്ടേണ്ടി വരും. ഇനിയും ബാലച്ചൻ വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നവും. നാദനില്ലാത്ത കളരിക്കായ ഇതെന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ സ്ഥലം ഇപ്പോൾ ഒരു സുഖമില്ല. അതുപോലെ ധർമ്മമാമനും രാമേട്ടനൊക്കെ അതന്നെയാ പറയണത്, ഞങ്ങൾ അതന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്തൊരു അവസ്ഥയായത്, എന്താ ഇപ്പൊ ചെയ്യാ? അമ്മ വരാത്തോണ്ട് എല്ലാത്തിനും പ്രശ്നം എന്ന് പറയുമ്പോൾ മീനാക്ഷി മിത്രം വേണ്ട. അതെ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനെക്കുറിച്ച് നമുക്ക് അച്ഛനോട് സംസാരിച്ചാലോ എന്ന് ദേവി പറയുമ്പോൾ മീനാക്ഷി വേണ്ട, അച്ഛനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അച്ഛനൊന്നും സമ്മതിച്ച് തരത്തില്ല എന്ന് പറയുമ്പോൾ മിത്ര പറയണ്ട, എന്തായാലും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം മീനാക്ഷി എടുത്തി, ചിലപ്പോ അശ്വസിക്ക് വാക്ക് കേട്ടാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 മരുമക്കളും കൂടിയിട്ട് ബാലിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ ബാലിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് റൂമിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതെ ഞങ്ങൾക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ സംസാരിക്കാലോ? അച്ഛൻ തിരക്കിലാണോ?
തിരക്കിലാണെങ്കിൽ നമുക്ക് സംസാരിക്കണം വരെ അച്ഛൻ വെറുതെ ഇരിക്കണം, ഞങ്ങൾ സംസാരിച്ചേ പറ്റൂ. എങ്കിൽ ശരി നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. അല്ല എന്താ സംസാരിക്കേണ്ടത്, ആദ്യം നിങ്ങൾ പറയണോ ഞാൻ പറയണോ? ആദ്യം അച്ഛൻ തന്നെ തുടങ്ങിക്കോ. ശരി ഞാൻ തുടങ്ങാം. എൻ്റെ 3 മക്കൾക്കും സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ നല്ല ചോദ്യം. ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് ഒരു സുഖമില്ല, അമ്മയില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സുഖമില്ല. അതെ അച്ഛനൊരു കാര്യം അറിയാമോ, പെൺമക്കൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛന്മാരോടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും അച്ഛനോട് തന്നെയാണ് ഇഷ്ടം അമ്മേനെക്കാളും. പക്ഷെ അച്ഛനത് മുതലെടുക്കരുത് കേട്ടോ. അച്ഛൻ ഞങ്ങൾ പറഞ്ഞത് അച്ഛൻ കേൾക്കണമെന്ന് മീനാക്ഷി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ ഞാൻ കേൾക്കാത്തത്? നിങ്ങൾ വരുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. അച്ഛനെ മനസ്സിലായല്ലോ, അത് തന്നെയാണ് ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം. അച്ഛാ ഇങ്ങനെ ഇരുന്നിട്ടൊരു ആവശ്യമില്ല അച്ഛാ. അതെ അച്ഛനും അമ്മയും അവിടെ ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്ത് വിഷമമാണെന്ന് അറിയാവോ? അതെ നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ മതി, നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ട്, അമ്മ വിദേശത്ത് ജോലി ചെയ്യാൻ പോണെന്ന് വിചാരിച്ചാൽ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ. അച്ഛാ അതെ ഇങ്ങനത്തെ മറുപടി ഒന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ മിത്ര പറയണ്ട്. അതെ അച്ഛാ, ഈ അമ്മയും അച്ഛനും അകന്നിരിക്കുന്ന വീട്ടിലെ പിള്ളേരെ വിഷാദ രോഗികളായി പോവും, അവർക്ക് ഡിപ്രഷൻ വരുമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വാർത്തയെ കണ്ടായിരുന്നു. ദേവി പറയണ്ട്. അതെ അതെ ഇങ്ങനെ അച്ഛനമ്മയൊക്കെ മാറുന്നതല്ല, പിള്ളേര് പല വഴിക്ക് പോവും, ചീത്ത ചിന്താഗതികളൊക്കെ ഉണ്ടാകുമെന്നാ പറയണത്. അതെ അപ്പൊ എന്റെ മക്കൾ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛൻ അമ്മേനെ വിളിക്കണം. മക്കളെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യുള്ളൂ. അച്ഛൻ എന്താ തീരുമാനിച്ചേക്കണത്? അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അച്ഛൻ ഇപ്പൊ അമ്മേനെ വിളിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം തീരുമാനിച്ചേക്കണ കാര്യമാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അച്ഛൻ എന്താ അച്ഛൻ കാര്യം? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം 1-2 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അതിനുശേഷം അറിയാം എൻ്റെ അവസാന തീരുമാനം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം അറിയാം. എൻ്റെ 3 മക്കളും ഇപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. അച്ഛൻ അമ്മേനെ വിളിച്ചില്ലെങ്കിലേ ഞാൻ ആകാശിനെ വേർപിരിഞ്ഞു പോകും എന്ന് മീനാക്ഷി പറയാണ്. ദേവിയും പറയണ്ട. അതെ ഞാൻ ആനന്ദേട്ടനെ വേർപിരിയും, അപ്പം ഇത്രയും വേണം, ഞാൻ ആര്യനെ വിട്ടും പോകും. നിങ്ങൾ എന്താ മക്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ? അപ്പൊ അച്ഛൻ ഞങ്ങളെ ആക്കണതോ? ശരി 3 പേർക്ക് എന്താ വേണ്ടത്? അമ്മേനെ തിരിച്ചു കൊണ്ടണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലൊരു വിചാരമുണ്ട്, അത് ചെയ്തിട്ടേ ഞാൻ എന്താ ചെയ്യുള്ളൂ എന്ന് പറയാണ്. എൻ്റെ 3 മക്കളും പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് വിടുകയാണ് അവരെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഭാഗങ്ങളാണ് കാണിച്ചത്. പക്ഷേ നമ്മുടെ ഗോമതിനെ വിളിക്കാൻ തന്നെയാട്ടോ തീരുമാനിച്ചേക്കണം. അത് വേറൊരു കാര്യം. പക്ഷെ വേറൊരു സംഭവമുണ്ട്. ആകാശും മീനാക്ഷി തമ്മിൽ തെറ്റാൻ പോവാണ്. അതെ ആകാശിൻ്റെ അടുത്ത് മീനാക്ഷിയുടെ വീട്ടുകാർ സൂപ്പർ മാർക്കറ്റ് ഇട്ടതെന്ന് പറയണില്ലേ, അത് മീനാക്ഷി ആകാശിനെ ഉപേക്ഷിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ആകാശിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലം നിൽക്കാണ് മീനാക്ഷിയുടെ അച്ഛൻ കേട്ടോ. മോളെ നീ ആകാശിനെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മരുമകൻ ഉണ്ടെങ്കിൽ അത് ആകാശ് തന്നെയാണ്. ഞങ്ങൾ സമ്മതിക്കില്ല നീ ഉപേക്ഷിക്കാനായിട്ട്. ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ആ സൂപ്പർ മാർക്കറ്റ് പണിയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പൊ ആകാശ് പറയണ്ട. അതെ മീനാക്ഷി ഇതിൽ ഇടപെടണ്ട, ഇത് ഞാനും അങ്കിളും തീരുമാനിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിനെ എതിർക്കാട്ടോ. മീനാക്ഷി പറഞ്ഞിട്ട് ശരി, ആകാശിന് എന്നെക്കാളും വലുത് സൂപ്പർ മാർക്കറ്റും സ്വത്തുക്കളും പൈസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകാശിന്റെ വഴിക്ക് എന്താ ചെയ്തോ, ഞാൻ ആകാശിന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. പക്ഷെ വേറൊരു കാര്യം, നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധമില്ല എന്ന് മീനാക്ഷി തറപ്പിച്ച് പറയാണ്. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവാട്ടോ. ശ്രീകലക്കും ഉദയഭാനിക്കും ഭയങ്കര സന്തോഷമാവാണ്, കാരണം അവർ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അപ്പൊ എന്തായാലും മീനാക്ഷിയുടെയും ആകാശിന്റെ ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ പോണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.